ഗൈസ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫിലേക്കുള്ള ടിക്കറ്റ്സ് ആണ് ദേ എന്റെ കയ്യിൽ കാണുന്നത്. 124, 125 ഫ്ലോറിലേക്കാണ് ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുന്നത്. ഒരാൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 180 ദിറംസ് ആണ്. ദുബായ് മോളിനോട് ചേർന്നിട്ടാണ് ബുർജ് ഖലീഫ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ദുബായ് മോളിന്റെ ഫുഡ് കോർട്ടിന് അടുത്തായിട്ടാണെന്ന് തോന്നുന്നു കൗണ്ടർ. ഞാൻ ടിക്കറ്റ്സ് ഓൺലൈനാണ് എടുത്തത്. ഈ ഒരു ടിക്കറ്റ് അല്ലാണ്ട് സ്കൈ ലോഞ്ച് കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. അതിന് 400 ദിറംസ് ആണ് വരുന്നത്. അതില് നമുക്ക് 148 ഫ്ലോറിലും ഈ പറഞ്ഞ 124, 125 ഫ്ലോറിലും കൂടെ കയറാവുന്നതാണ്. അത് കുറച്ചൊരു VIP ലെവൽ കാര്യങ്ങളാണ്. നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ചായ, പിന്നെന്താ പറയുക, സ്നാക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു VIP പാക്കേജ് ആണ് അത്. എന്റെ മമ്മി ദുബായിൽ വന്നത് തന്നെ ഇതിന്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തിലാണ്. അപ്പൊ എന്തായാലും പിന്നെ ആഗ്രഹം നടത്തിയെടുക്കാണ്ട് പറ്റില്ലല്ലോ. മമ്മിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനും കൂടി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ 124 ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു കോഫിയും സ്നാക്സും ഒക്കെ കഴിക്കാന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ കുഞ്ഞുവാവെ കണ്ടത്. അവൻ വലിയ കരച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ചേച്ചി ഇങ്ങനെ മാറി മാറി എടുത്തിട്ട് അവന്റെ അമ്മയുടെ കൊടുത്തു. അപ്പോൾ ഇതാണ് 125 ഫ്ലോറ്. ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ 124 കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടുത്തെ ആ ഗ്ലാസ്സിലൊക്കെ കുറച്ച് പൊടിയൊക്കെ നമ്മളിങ്ങനെ അടുത്തോട്ട് ഫോണും കൊണ്ട് ചെല്ലുമ്പോൾ പൊടിയൊക്കെ നമുക്കിങ്ങനെ ഫോണിലൂടെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഗ്ലാസ് എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ബുർജ് ദുബായ് എന്ന പേരിലാണ് ഈ ഒരു കെട്ടിടം പണി തുടങ്ങിയതെങ്കിലും 2008 സമയത്തുണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഇതിന്റെ മുന്നോട്ടുള്ള പണി പൂർത്തിയാക്കാനായിട്ട് ദുബായ്ക്ക് ഒരുപാട് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടായി. അന്നത്തെ അബുദാബി ഭരണാധികാരിയും UAE പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് ഖലീഫയാണ് ഈ ഒരു ക്രൈസിസിൽ ദുബായ്ക്ക് പണം നൽകി സഹായിച്ചത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു നന്ദി അറിയിക്കുവാനായിട്ടാണ് ഇതിന്റെ ഇനോഗ്രേഷൻ സമയത്ത് ബുർജ് ദുബായ് എന്ന പേര് മാറ്റി ബുർജ് ഖലീഫയാക്കിയത്. ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള നല്ല സ്പോട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പോയി ഫോട്ടോ എടുത്തിട്ട് 40 ദിറംസ് പേ ചെയ്താൽ അതിന്റെ പ്രിന്റ് അവരപ്പം തന്നെ തരും. എന്തായാലും ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. അങ്ങ് താഴെയുള്ള കാഴ്ചകൾ ഈ ഗ്ലാസ് ഫ്ലോറിലൂടെ നടക്കുമ്പോൾ കാണാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ സെറ്റപ്പാണ് ദേ ഈ കാണുന്നത്.
ഇത് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അതായത് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോയതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെയാണിത്. നമ്മൾ ദുബായിൽ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ എടുത്തൊരു പാക്കേജാണ് ഇത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയൊരു പാക്കേജാണ് ഇത്. ഞാൻ ആർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ, കാരണം അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും അല്ല, ഭയങ്കര വലിയ ഡെസേർട്ട് സഫാരിയും കാര്യങ്ങളും ഒന്നും അല്ല. ഇതൊരു ചെറിയ രീതിയിലുള്ളൊരു ഉടായ്പ പരിപാടി. അപ്പം നല്ല രീതിയിലുള്ള ഡെസേർട്ട് സഫാരി ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദർ പറഞ്ഞത് 250-300 ദിറംസ് ഒക്കെ ആവും. അത് കുറച്ചുകൂടെ ഉള്ളിലോട്ടൊക്കെ ഉള്ള ഡെസേർട്ടിലൊക്കെ അവർ കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞങ്ങൾ ഡെസേർട്ട് സഫാരി തുടങ്ങിയതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫുൾ കുലുക്കവും നമുക്ക് ഫോണും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഞാൻ പിന്നെ ഫോൺ മാറ്റി. അങ്ങനെ ഡെസേർട്ട് സഫാരി ഒക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് അവിടെ നമുക്ക് ഇങ്ങനെ ഫാൽക്കൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കയ്യിലും തലയിലൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. പിന്നെ എന്താ, അവിടെ സാൻഡ് ബോളിംഗ് പരിപാടി ഉണ്ട്. സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവർ തിരിച്ച് നമ്മളെ കൊണ്ടുവരും. അങ്ങനെ സഫാരി ഒക്കെ കഴിഞ്ഞവർ നേരെ നമ്മളെ കൊണ്ടുവരുന്നത് ഇവിടെ ഒരു ക്യാമ്പിനകത്താണ്. ഇവിടെയാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് ഫയർ ഡാൻസ്, ഈജിപ്ഷ്യൻ ഫോക്ക് ഡാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വന്നു കയറുമ്പോൾ തന്നെ ചായയും സ്നാക്സും ഒക്കെ തരും. അത് കഴിഞ്ഞിട്ട് ഡിന്നർ. അപ്പോൾ ബുർജ് ഖലീഫയും ഡെസേർട്ട് സഫാരിയൊക്കെ നിങ്ങളും എൻജോയ് ചെയ്തത് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.